നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമയിലേക്ക് സ്വാഗതം. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചേക്കുന്ന ബദാമാണ്. അപ്പോൾ ബദാം നമ്മൾ ഡയറക്റ്റായിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും കുതിർത്ത് കഴിക്കുന്നതിന് കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ അറൗണ്ട് ഒരു 15 ബദാമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബദാമിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു ഫിഗും കൂടെ ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിലെ പേരാണ് ഫിഗ് എന്ന് പറയുന്നത്, മലയാളത്തിൽ അത്തിപ്പഴം എന്ന് പറയും. ഇതാട്ടോ ഫിഗ്. ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൽ ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൂടാതെ തന്നെ ബോൺ ഡെൻസിറ്റി, അതായത് നമ്മുടെ എല്ലിന് ബലം കൂട്ടാനൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ. അപ്പോൾ നമ്മൾ ബദാം കുതിർത്ത് വെക്കുന്ന സമയത്ത് ഇതും കൂടി ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അടുത്തായിട്ടൊരു സോസ് പാൻ എടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർക്കുകയാണ്. എടുത്തേക്കുന്നത് സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ്, അതായത് മുളപ്പിച്ച റാഗി പൗഡറാണ്. ഇതിപ്പോൾ സ്പ്രൗട്ടഡ് റാഗി പൗഡർ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ റാഗി പൗഡർ ആയാലും കുഴപ്പമില്ല. പക്ഷേ സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒന്നുകിൽ സ്പൂണോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. വിസ്ക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്താക്കി എടുക്കുക. ഞാനതേ കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒന്നുകിൽ നമുക്ക് ഏലാൻ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സിന്നമൺ സ്റ്റിക്ക് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സിന്നമൺ പൗഡർ ചേർക്കാം. ഞാനിവിടെ കുറച്ച് സിന്നമൺ പൗഡറാണ് ചേർക്കുന്നത്. ഇപ്പോൾ സിന്നമൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊന്ന് ചേർത്ത് നോക്കട്ടോ. അപ്പോൾ സിന്നമൺ ഫ്ലേവർ കൊണ്ട് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും, അതുപോലെ നല്ലൊരു മണം ഉണ്ടാവും. സിന്നമൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവണം എന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഏലം ഒന്ന് ചതച്ച് ചേർത്താലും മതിയാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ നമ്മൾ റാഗി കഴിക്കുമ്പോൾ റാഗി നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷമേ റാഗി കഴിക്കാവൂ. എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ബോഡിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ റാഗി ഇതുണ്ട് ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയം മുതൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ റാഗിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇട്ട വീഡിയോസിലൊക്കെ റാഗിയുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാം കേട്ടോ. അപ്പോൾ റാഗി എന്ന് പറയുന്നത് ഒരു മില്ലറ്റാണ്. മില്ലറ്റ് എപ്പോഴും നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിലും ഗോതമ്പും അരിയും കഴിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലതാണ് മില്ലറ്റ്സ് കഴിക്കുന്നത്. അപ്പോൾ ഈ മില്ലറ്റ് പലതരത്തിലുള്ള മില്ലറ്റ് ഉണ്ട്. അതിൽ ഒരു മില്ലറ്റാണ് റാഗി എന്ന് പറയുന്നത്. റാഗിയിൽ ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാർ ഡെയിലി റാഗി കഴിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഹീമോഗ്ലോബിൻ ലെവൽ കൂടാനായിട്ട് സഹായിക്കും. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരും റാഗി കഴിക്കുന്നുണ്ട്, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ പേഷ്യൻസിനും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇത് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് വിശപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നോക്കുന്നുണ്ടോ, റാഗി ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. മുന്നത്തെ കാട്ടിലും കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, റാഗി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ കണ്ടോ നോക്കൂ. അതുപോലെ തന്നെ ഇതുണ്ട് ചെറുതായിട്ടൊന്ന് ഷൈൻ ചെയ്യുന്നില്ലേ, ഈ ഒരു സ്റ്റേജ് എത്തണം. അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഒരു 10 മുതൽ 12 മിനിറ്റ് എന്തായാലും എടുക്കും കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാനായിട്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കാം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് റാഗി വെച്ചിട്ടുള്ളൊരു സ്മൂത്തിയാണ്. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് എത്രയാണോ മധുരത്തിന് ആവശ്യമുള്ളത് അതനുസരിച്ച് ഡേറ്റ്സ് എടുക്കുക. ഞാനിവിടെ ഒരു 3 ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു ചെറിയ ഡേറ്റ്സ് എടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഡേറ്റ്സിൻ്റെ അളവ് ചേർക്കുക. അപ്പോൾ ഡേറ്റ്സിൻ്റെ സീഡൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടി കിടന്നതിന് ഡേറ്റ്സും കൂടി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡേറ്റ്സും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഗ്യാസ് ഓഫാണ്. നമ്മൾ ആ ചൂടിലിരുന്നതിന് ഡേറ്റ്സും കൂടി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാം. ഒന്നുകിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി ബദാം കുതിർത്ത് വയ്ക്കുന്ന സമയത്ത് കുറച്ച് ഡേറ്റ്സും കൂടി ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ്സും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. റാഗി തണുക്കുന്ന സമയം കൊണ്ട് കുതിർത്ത് വെച്ചേക്കുന്ന ബദാമിൻ്റെ സ്കിൻ എടുത്ത് മാറ്റാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സ്കിന്ന് പെട്ടെന്ന് തന്നെ ഇളകി വരും. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബദാം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ തലമുടിക്ക് വളരെ നല്ലതാണ്.
അങ്ങനെ ബദാമിൻ്റെ സ്കിന്ന് ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഗ്, അതായത് അത്തിപ്പഴവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്കിതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ ചേർക്കാം. ഞാനിവിടെ ഗ്രീൻ ആപ്പിളാണ് ചേർക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട് ചേർക്കാം കേട്ടോ. അതായത് ഒന്നുകിൽ ഗ്രീൻ ആപ്പിൾ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പപ്പായ ചേർക്കാം, ബെറീസ് ചേർക്കാം. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഫ്രൂട്ട് ചേർക്കാം. ഫ്രൂട്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഗ്രീൻ ആപ്പിൾ ഉള്ളതുകൊണ്ട് അതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് അതും ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ റാഗി മിക്സ്ഡ് നന്നായിട്ടും തണുത്തിട്ടുണ്ട്. ഗ്രീൻ ആപ്പിളിൻ്റെ സ്കിന്നൊക്കെ മാറ്റി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ടൊരു ബ്ലെൻഡർ എടുക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗിയും ഡേറ്റ്സും കൂടി ചേർത്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബദാമും കൂടി ചേർക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഗും കൂടി ചേർക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് ഫ്ലാക്സ് സീഡ്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയർ ഫോൾ ഉള്ളവർക്കൊക്കെ, മുടി കൊഴിച്ചിലുള്ളവർക്ക് മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് വളരാനും ഫ്ലാക്സ് സീഡ്സ് സഹായിക്കും. അപ്പോൾ ഒരു ചെറിയ സ്പൂണ് ചേർക്കുന്നുണ്ട്. പിന്നെ ആപ്പിളും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് 1 മുതൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു സ്മൂത്തിയാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പംകിൻ സീഡ്സും കൂടി ഇടുന്നുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇത് ശരിക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അതുപോലെ നമുക്കും അത് വളരെ നല്ലതാണ്. ഇതിൽ ചേർത്തേക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡെയിലി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ചൂട് സമയത്ത് റാഗി വെച്ചിട്ടുള്ള ഡ്രിങ്കോ സ്മൂത്തിയൊക്കെ കുടിക്കുന്നത് നമ്മുടെ ബോഡിക്കും നല്ലതാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ വേറൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്